എവറി ഡേ വെയർ ആണെങ്കിലും പാർട്ടി വെയറിന് പറ്റുന്നതാണെങ്കിലും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലുക്സ് ആണ് കേട്ടോ എല്ലാം. ഫുൾ പ്യുവർ കോട്ടൻ്റെ അകത്തും മൽ കോട്ടൻ്റെ ദുപ്പട്ടാസും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ വന്നിട്ടുള്ള ടോപ്പ് എന്ന് പറയുമ്പോൾ കുർത്ത, ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ കളക്ഷനാണ്. എല്ലാം നല്ല കളേഴ്സും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കുറച്ച് ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ എല്ലാത്തിനെയും ലുക്സ് ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെയുള്ള ലുക്സും എല്ലാം ഒരുപാട് വെറൈറ്റീസ് മാക്സിമം കൊണ്ടുവരാനും നോക്കിയിട്ടുണ്ട് എൻ്റെ അകത്ത് ഈ ഒരു കളക്ഷൻ്റെ അകത്ത്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ഇതിനകത്ത് ഒരു സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ. അതിനകത്ത് മോസ്റ്റ്ലി എല്ലാത്തിൻ്റെ അകത്തും വിത്തൗട്ട് ലൈനിങ് വന്നേക്കുന്നതാണ് കേട്ടോ. കോട്ടൺസ് ആയതുകൊണ്ടും പിന്നെ ആ ഒരു ഈ കോട്ടൺസിൻ്റെ ഒരു സ്റ്റൈൽ ബേസിക്കലി വരാറുള്ളത് നമുക്ക് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ്. അതിൻ്റെ ആവശ്യം അധികം വരത്തില്ല. ഇത് വൺ ലുക്ക്. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല സെറ്റ്സാണ്. ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൻ്റെ അകത്ത് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ നമ്മൾ കാണും. അത് നോക്കാം കേട്ടോ. അപ്പം വേറെ ചെയ്തിട്ടുള്ള പിക്ചേഴ്സും അതിനകത്ത് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പോക്കറ്റ്സ് വന്നിട്ടുള്ള സ്റ്റൈൽസാണ് ഇതിനകത്ത് വൺ ഓഫ് ദി ലുക്ക്. ആൻഡ് ഇനി വരുന്നത് നമുക്കൊരു റൗണ്ട് യോക്കിൻ്റെ അകത്ത് എംബ്രോയിഡറി ഹൈലൈറ്റ് വരുന്ന ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിനകത്ത് പാറ്റേണ് ഫ്ലെയർഡ് പാറ്റേൺ ആണോ സൈഡ് സ്ലിറ്റ് പാറ്റേൺ ആണോ അതൊക്കെ. ഇറ്റ്സ് ആക്ച്വലി എ സൈഡ് സ്ലിറ്റ്. അത് ലോ സ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ ഒരു ഷേപ്പ് യോക്കും അതിനകത്ത് ഫുൾ എംബ്രോയിഡറി ഹൈലൈറ്റും കൂടെ ആയിട്ടുള്ള ലുക്ക്. അതിൻ്റെ അകത്ത് കുറച്ച് ബീഡിങ്സും കൂടെ വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഷിമറിന് വേണ്ടിയിട്ട്. അത് ഒരുപാടങ്ങ് ഭയങ്കര ബ്രൈറ്റ് ആക്കാതെ ചെയ്തേക്കുക. സ്ലീവിലും ഇതേപോലെ ഒരു പാനൽ മിഡ് സെക്ഷനിലാണ് കൊടുത്തേക്കുന്നത്. സെയിം സ്റ്റൈല് തന്നെ ലോ പോർഷനിലും വന്നിട്ടുണ്ട്. അപ്പോൾ സ്ലൈറ്റ്ലി ഫ്ലെയർഡ് ആണ്. യൂഷ്വലി നമ്മൾ സൈഡ് സ്ലിറ്റ് കാണാറുള്ളത് അത്രയും ഫ്ലെയർഡ് അല്ല, സ്ലൈറ്റ്ലി ഫ്ലെയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തും ബോട്ടത്തിൻ്റെ ഫാബ്രിക്കിൻ്റെ പ്രിൻറ്റ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ യോക്കിൽ പാച്ച് പാനലായിട്ടൊക്കെ കൊടുത്തേക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിൽ വന്നിരിക്കുന്ന ബോട്ടം ആൻഡ് മൽ കോട്ടൺ ദുപ്പട്ട. മൽ കോട്ടൺ അല്ല, ചെറിയൊരു വീവിങ് ടെക്സ്ചർ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് മൽ കോട്ടൺ. ഒരു ലൈറ്റായിട്ട് ഒരു ചെക്ക് വീവിങ് സ്റ്റൈൽ കോട്ടൺ തന്നെയാണ്. ഫാബ്രിക്കിന് ഒരു ചെക്ക് സ്റ്റൈലും കൂടി അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴേ അത് കാണാൻ പറ്റത്തുള്ളൂ. പ്രിൻറ്റിൻ്റെ അകത്തോടെ നമുക്കധികം കാണാൻ പറ്റില്ല. നല്ലൊരു ടോൺ ഓഫ് ബ്രിക്കിൻ്റെ ടോണിൽ വന്നിരിക്കുന്ന ഒരു മറൂൺ ഷെയ്ഡ്. ലൈറ്റാണ്, ഭയങ്കര ബ്രൈറ്റ്. കോട്ടൺസിൻ്റെ ഒരു മാറ്റ് അവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഗ്രേയും കൂടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന സ്റ്റൈല് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ നെക്കൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഫോയിൽ പ്രിൻറ്റിങ്ങും കൂടിയൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ദിസ് ഇസ് എ പാനൽഡ് ലുക്ക്. താഴോട്ട് ഫ്ലെയർഡ് ആണ് വിത്തൗട്ട് സ്ലിറ്റ്, പാനൽഡ് ആയിട്ടുള്ള പാറ്റേൺ. ആൻഡ് ഇത് നമുക്കൊരു സ്ലൈറ്റ്ലി ഒക്കേഷനൊക്കെ നമുക്കത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. വിത്ത് മിറർ വർക്ക് ഡീറ്റെയിലിംഗ് എംബ്രോയിഡറി ഒക്കെ ഉണ്ട്. ആൻഡ് സിഗ്സാഗ് പ്രിൻ്റ് ചെയ്യുന്നിട്ടുള്ള ബോട്ടം. ആൻഡ് ഇത് ദുപ്പട്ട മൽ കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി സ്ലൈറ്റ്ലി ബ്ലെൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ വേരിയേഷനും കൂടി ഉണ്ട്. ഇതാണ് എൻ്റെ പിങ്കിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് അപ്പം ഇതിൻ്റെ തന്നെ നമുക്കൊരു സ്റ്റൈൽ കൂടി ഉണ്ട്, അതും കൂടി കാണാം. പക്ഷേ അത് വേരിയേഷൻ വരുന്നുണ്ട്. അത് പ്രിൻ്റൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി സിമിലർ. പക്ഷെ കുറച്ചും കൂടി ലൗഡർ ആയിട്ടുള്ള പ്രിൻസ് ആണ്. അതിനകത്ത് ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ലോവർ ഹെമ്മിൽ ഒരു ക്രോഷ്യ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് മൽ കോട്ടണിൽ തന്നെയാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത്. സിഗ്സാഗ് പ്രിൻ്റ് വരുന്നുണ്ട്. ബോട്ടവും സിഗ്സാഗ് പ്രിൻറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ദെൻ നമുക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലുക്കാണ്. എത്ര നമ്മൾ വാങ്ങിയാലും മടുക്കത്തില്ല. ഭയങ്കര സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. സോ ഐ ഓപ്പൺ മൈ ഫേവറേറ്റ് വിച്ച് ഇസ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഒരു ബക്കറ്റ് ഷേപ്പിലെ യോക്കാണ്. റൗണ്ട് നെക്കിനകത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വിതൗട്ട് ലൈനിങ് തന്നെയാണ്. ആൻഡ് സൈഡ് സ്ലിറ്റഡ് ഡിസൈനാണ് കേട്ടോ. ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ എഡ്ജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു പാനൽ ലുക്ക്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ഇവിടെ ഒരു എംബ്രോയിഡറി ഹൈലൈറ്റോട് കൂടിയാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ബീഡിങ്സും വരുന്നുണ്ട്. കാന്ത ആണ് ബേസിക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷേപ്പ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ സോളിഡ് ആയിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡ് വിത്ത് ഒരു പാച്ച് ഡീറ്റെയിലിങ്ങും കൂടെ
വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻ്റ് ഒരു മോവ് പിങ്ക് ലുക്കിലാണ് വന്നിരിക്കുന്നത്. പോക്കറ്റ്സ് ഒക്കെ വരുന്ന ബോട്ടമാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കളർ വേരിയൻ്റ് വന്നിരിക്കുന്നത്. കുറച്ചൊരു പിങ്കിൻ്റെയും ഒരു ഓറഞ്ച് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും ഒക്കെ ബ്ലെൻഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് 3 ഡിസൈനും 3 ലുക്കാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബ്ലാക്ക് വന്നിട്ട് സിഗ്സാക് പ്രിന്റിൻ്റെ, ഇത് ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ദിസ് ഇസ് ഗോട്ട് എ ഡിഫറെൻറ്റ് ബാക്ക്. ഇറ്റ്സ് പ്രിറ്റി നൈസ്. അപ്പോൾ ബോട്ടത്തിൻ്റെ ഫാബ്രിക് ആണ് അതിനകത്ത് ബാക്ക് പാനലിൽ ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്തിട്ട് സ്ലീവും വരുന്നുണ്ട്. നെക്കിനകത്തും സിൽവർ സെറി വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി ഹൈലൈറ്റ് വന്നിട്ടുണ്ട്. ദിസ് ഇസ് ദി ബോട്ടം ലുക്ക്. ആൻഡ് ദുപ്പട്ട വരുന്നത് ഈ ഒരു ലുക്കിലുമാണ്. അതിൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് ദിസ് ഇസ് ഓൾസോ നൈസ്. ഇതിൻ്റെ നെക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് റൗണ്ട് നെക്കിൻ്റെ അകത്ത് ഒരു കാന്ത ഹൈലൈറ്റിൻ്റെ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് ആൻഡ് ലൂപ്പ് ആൻഡ് ബട്ടൺ ഓപ്പണിങ്. അത് ഫങ്ഷണലാണ്. നമുക്ക് ചെറിയൊരു സ്ലിറ്റ് വരയ്ക്കും അവിടെ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. ആൻഡ് അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ദിസ് ഇസ് ദി ദുപ്പട്ട ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. എല്ലാം മോസ്റ്റ്ലി എല്ലാത്തിൻ്റെ അകത്തും നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബാക്കും ഫ്ലാറ്റ് ഫ്രണ്ടും ആണ്. ആൻഡ് വിത്ത് പോക്കറ്റ്സും ആണ് ചെയ്തേക്കുന്നത്. പോക്കറ്റിൻ്റെ ഡീറ്റെയിലും ഒക്കെ നമുക്ക് വെബ്സൈറ്റിൽ കാണാം കേട്ടോ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇനി കുറച്ചെടുത്തിട്ടുള്ളൂ. ആക്ച്വലി ലോഡ് ഓഫ് കളക്ഷൻസ് ഹവ് കം ഇതേപോലെ ഡെയിലി വെയർ പറ്റുന്ന രീതിയിലുള്ളത്. ആൻഡ് നമ്മളുടെ അങ്കാർക്കാടെ ഒരു ലുക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു ഓവർലാപ്പ് പാനൽ കൊടുത്തിട്ടുള്ള ഒരു വി നെക്ക് ലൈൻ വിത്ത് മിറർ ഡീറ്റെയിലിംഗ്. ആൻഡ് ദിസ് ഇസ് ഗോട്ട് എ വെർട്ടിക്കൽ പ്രിന്റ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്ക് ആഞ്ചൽ പോർഷനിൽ ടോപ്പിൻ്റെ പ്രിന്റ് ഡിസൈൻസ് വരും കേട്ടോ. ദിസ് ഇസ് ദി. അപ്പോൾ ഇതെല്ലാം ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. NCFന്റെ കോഡിലുള്ള കളക്ഷൻസ് അല്ലേ? കംഫർട്ട് വെയർ ആണ്. ശരിക്കും കംഫർട്ടബിൾ ആണ്. എല്ലാം നമ്മൾ ഇട്ട് നോക്കുന്നുണ്ടല്ലോ, പലതും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഇടുന്ന കംഫർട്ട് ആണെങ്കിലും വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു മൂവ്മെന്റിനുള്ള കംഫർട്ട് ആണെങ്കിലും ഒക്കെ. എന്താണെങ്കിലും സ്വന്തം വാർഡ്രോബിലോട്ട് എടുത്തു. അല്ല, ഇട്ടിട്ട് നമുക്ക് ഓരോ കുർത്തീസ് ഇടുമ്പോഴും നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടല്ലേ അനശ്വര? ഞാൻ ഇട്ടേക്കുന്നതിന് ആക്ച്വലി ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. യെസ്. അപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേണിൽ കോഡ് സെറ്റ് ഫിനിഷിങ്ങിലും അതുപോലെ തന്നെ കുർത്ത പാറ്റേണിൽ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് വർക്ക്. ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് ഓൾറെഡി നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് റാൻഡം ആയിട്ട് പുതിയതായിട്ട് വന്നേക്കുന്ന ഈ കളക്ഷൻസിനെ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിൽ കയറുക, NCF എന്ന കോഡ് സെർച്ച് ചെയ്യുക. ഇതിപ്പം NCF 215 എന്ന കോഡിലാണ്. അപ്പം ഓരോന്നും ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻസ് അല്ലേ? യെസ്. അപ്പം ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്ക് ദുപ്പട്ട വേണ്ടവർക്ക് ദുപ്പട്ടയായിട്ടും, ദുപ്പട്ട വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നീട് അത് കഫ്താനായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. ഇതെല്ലാം ഫോട്ടോസ് അവൈലബിൾ ആണ്. ഓടിച്ച് നമുക്ക് വേഗം കാണാം. ഞാൻ ഇട്ടേക്കുന്നതിന്റെ ഒരു കളർ വേരിയന്റ് ഞാൻ പെട്ടെന്ന് കാണിക്കാം. ഇത് ജസ്റ്റ് കുർത്ത ആൻഡ് ബോട്ടം ആണ്. ഇതിനകത്ത് സെപ്പറേറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സ്ലീവ്സും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്ലീവ്ലെസ് ആണെങ്കിൽ സ്ലീവ്സ് ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് എടുക്കാം. ഇതൊരു എൽബോ ലെങ്തോളം വരുന്ന സ്ലീവ്സ് ആണ് കേട്ടോ. ജസ്റ്റ് ബിലോ എൽബോ വേണമെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. നമ്മളുടെ ലെങ്ത് അനുസരിച്ചിട്ടിരിക്കും. നല്ല ആ ഒരു ലെങ്തിലാണ് വന്നിരിക്കുന്നത്. ഒരു ഓവർലാപ്പ് നമ്മുടെ ജാക്കറ്റ്സിൻ്റെ അകത്തൊക്കെ ലേപ്പൽ വരുന്ന പോലത്തെയുള്ള ഒരു ഓവർലാപ്പ് പോലത്തെയുള്ള ഒരു ലുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷെൽ ബട്ടണിൻ്റെ ഡീറ്റെയിലിംഗ്, കോക്കനട്ട് ഷെൽ ബട്ടണിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ലോ സ്ലിറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ട് സെറ്റാണ്. ഫ്ലെയർഡ് ആയിട്ട് ഇച്ചിരി വൈഡ് ലെഗിൽ വന്നിട്ടുള്ള ബോട്ടം, സ്ട്രേറ്റ് കട്ട് പാൻസ് പോലത്തെ വൈഡ് ലെഗിൽ വന്നിട്ട് കണ്ടോ. മൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട ആൻഡ് പ്യുവർ സോഫ്റ്റ് കോട്ടൺ, കാംബ്രിക് കോട്ടണിനകത്ത് ചെറിയൊരു ഡീറ്റെയിലിംഗ് എംബ്രോയിഡറി. ഈ എംബ്രോയിഡറി ആക്ച്വലി DN കളക്ഷനകത്ത് നമുക്ക് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഒരു വയലറ്റ് കളറിനകത്ത്, ഒരിക്കലും ഓർമ്മയുണ്ടാവത്തില്ല. അതിനകത്ത് വന്നിട്ടുള്ള പോലത്തെയാണ്. കുഞ്ഞ് ജാല് ഔട്ട്ലൈൻ വൈറ്റിൽ ഇന്നറിൽ ഫില്ലിങ് വന്നിട്ടുള്ളത്. പ്രിൻറ്റഡ് ലുക്സിലാണ് ഇന്നത്തെ കളക്ഷൻ എല്ലാം തന്നെ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റ്സാണ്. സ്റ്റോറിൽ വിസിറ്റ് ചെയ്താൽ ട്രൈ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മുടെ മെഷർമെൻറ്റ് ചാർട്ട്സ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ പറഞ്ഞു പോകും. ഒരു സിമെട്രിക്കൽ നെക്ക് പാറ്റേൺ അവിടെ വരുന്നുണ്ട്. കാന്ത പാനൽ ഒരു ബ്ലാക്കറ്റ് കാന്തയിൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് കാന്തയാണ്. ആൻഡ് ദെൻ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പ് ആൻഡ് ബട്ടൺ ഡീറ്റെയിലിംഗ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ.
നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ദേ ഇതാണ്. അങ്കാർക്ക പാറ്റേൺ വിത്ത് ഡോറി ഡീറ്റെയിലിംഗ്. പെട്ടെന്ന് കാണുമ്പം കാന്ത എംബ്രോയിഡറി മെറ്റീരിയൽ ആണെന്ന് തോന്നും, പക്ഷേ കാന്ത എംബ്രോയിഡറി മെറ്റീരിയൽ അല്ല. പ്രിന്റിലാണ് ആ ഒരു കാന്ത എംബ്രോയിഡറി ലുക്ക് ചെയ്തേക്കുന്നത്. മൈക്ക് ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ഒരു ഇച്ചിരി ഒച്ച പറഞ്ഞോ കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ടോപ്പ്, അതിൻ്റെ സെയിം ബോട്ടം. അതിൻ്റെ പ്രിൻ്റ് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കുഞ്ഞു കുഞ്ഞ്, അതായത് നമ്മുടെ ജയ്പൂരി ട്രഡീഷണൽ പ്രിൻറ്റ് പാറ്റേൺസിനകത്ത് വരുന്നതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് കൊടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് ലുക്സാണ് ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. വൈറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ സ്റ്റൈലാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു സുർമി ആൻഡ് അതിൻ്റെ അകത്ത് എംബ്രോയിഡറി ഡീറ്റെയിൽ വരുന്നുണ്ട്. ഭയങ്കര രസമുള്ള കളർ പാലറ്റ് ആണല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. ആൻഡ് ഇതിന് നമ്മുടെ ടൈൽ ഡിസൈൻസിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു പാറ്റേൺ ആണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ബ്ലോക്ക് പ്രിന്റഡ് ലുക്സിൽ എനിക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ ഉണ്ടല്ലോ ഗൗരി, ജമന്തി പൂവിൻ്റെ കട്ട് ചെയ്ത് സെൻറ്റർ പാനൽ കട്ട് ചെയ്ത് വെക്കുന്ന ഫീൽ. മെറൂൺ ഷെയ്ഡ്, മസ്റ്റർഡ് യെല്ലോ ആൻഡ് പേർപ്പിൾ കോമ്പിനേഷൻ. സെയിം പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ഒരു ജോമെട്രിക്കൽ ഡിസൈൻ സ്റ്റൈലിൽ വന്നേക്കുന്ന ബോട്ടം ആൻഡ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട്. ഈ ദുപ്പട്ടയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എപ്പോഴും പറയാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ ഗൗരിക്കറിയാം. യെസ്, സ്ഥിരം പറഞ്ഞ് ഗൗരിക്കൊക്കെ ഇപ്പം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് പോലും അറിയാം. ഇതുണ്ടോ, ആ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഇച്ചിരി സ്റ്റാർച്ച് ഉണ്ട് ഇതിനകത്ത്. ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് വൈറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ലതാണ്. ക്രഷ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഒന്ന് മുഖം തുടയ്ക്കണമെങ്കിലൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് മുഖം തുടയ്ക്കാൻ പറ്റുന്ന, നമ്മൾ ദുപ്പട്ടാസിൽ തുടയ്ക്കുന്നവരാണ്. നമ്മളിപ്പം പോളിഷ്ഡായിട്ട് ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും പൊതുവെ അങ്ങനെയൊക്കെ അറിയാം. നഗ്നമായ സത്യങ്ങൾ പിന്നിൽ ഒളിഞ്ഞിരിക്കും എന്ന് പറയുന്ന പോലെ ഇച്ചിരിയും കൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്റ്റൈലാട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പ്ലസന്റ് ഇന്റർവ്യൂസ് സിമ്പിൾ അല്ലേ? സോബർ ലുക്കാണ്. അന്ന് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാന്ത വർക്കിന്റെ ഒരു ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ കാന്ത ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹാൻഡ് കാന്തയാണ്. യോക്കിന്റെ അത്രയും ലെങ്തിന്റെ അവിടെ വരയ്ക്കുവാണ് ചെയ്തിരിക്കുന്നത്. സീക്വൻസ് ആണ്. സെയിം ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗിൽ വന്നിട്ടുള്ള ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട. നെക്ക് ലൈനിൽ ഒരു യു വി ഷേപ്പ്, അതിനൊരു ചെറിയ ഡീറ്റെയിലിംഗ്, അതും ഒരു ഷെൽ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇച്ചിരി ബോൾഡായിട്ട് നിൽക്കുന്ന ഡിസൈൻ. ബ്ലാക്കിനകത്ത് ഇൻഡിഗോയുടെ ഒരു ഷെയ്ഡ് ഫിനിഷിങ്ങും മെറൂൺ കോമ്പിനേഷനുമാണ് അതിനകത്ത് വന്നേക്കുന്നത്. ജോമെട്രിക്കൽ ഡിസൈൻ പാറ്റേണിൽ വന്നേക്കുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ ഇത് കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ആർക്കും എപ്പോൾ വേണമെങ്കിലും നോക്കാം. NCF എന്ന കോഡിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കമ്പാരിറ്റീവ്ലി എത്രയൊക്കെയാണ് ഗൗരി വന്നേക്കുന്നത്? 199 അകത്ത് വരുന്നതാണ് ഈ ഫുൾ സെറ്റ്സിൻ്റെ അകത്തൊക്കെ ഒരു റേഞ്ച്. ഇത് 199. അത് അതായത് അനാർക്കലി പാറ്റേണിൽ വന്നേക്കുന്നതിനായിരിക്കും അല്ലേ? 199. 1799 അങ്ങനെയുള്ള. ആക്ച്വലി ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഇതിപ്പം ഒരു ഇച്ചിരി ഒരു നോർത്തേൺ ടച്ച്, അതായത് നമുക്കൊരു മിറർ വർക്ക്, ഒരു ഡാൻഡിയ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു ഹാപ്പനിങ് ലുക്ക് വേണ്ടവർക്ക് നോർമലി ഈ ഒരു സ്റ്റൈൽ എൻ്റെ പേഴ്സണൽ ചോയ്സിലുള്ളതല്ല. പക്ഷേ ഒത്തിരി പേര് പറയാറുണ്ട് ഒരു മിറർ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള ഒരു പാറ്റേൺ സ്റ്റൈൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതും അനാർക്കലി കംഫർട്ട്, അതായത് ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ ആക്ട്രസ്, അതായത് ഹോളിവുഡ് ആക്ട്രസസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡീറ്റെയിലിംഗ് ഇങ്ങനത്തെ കാണുമ്പോൾ പലരും വരുമ്പോൾ ചോദിക്കാറുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാർട്ടി ലുക്ക് കോട്ടൺസിൽ വ്യത്യാസം നമ്മൾ റെഗുലർ കാണുന്നു. പക്ഷേ ഇതെന്നുള്ള ആക്ച്വലി അവർ കാഷ്വൽ ആയിട്ട് നമ്മൾ ഈ കാൻഡിഡ് പിക്ചേഴ്സും പാപ്പറാസി പിക്ചേഴ്സും ഒക്കെ കാണുന്നതിനെ തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലുക്സ് കാണും. അപ്പം അതിൽ നിന്നുള്ള ഇൻസ്പിറേഷനിൽ വന്നേക്കുന്ന സിമ്പിൾ സെറ്റ്സ് ആണ്. ഇതിൻ്റെ ഒരു മസ്റ്റേർഡ് യെല്ലോ കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഒരു മസ്റ്റേർഡ് കളറും കൂടെ അവൈലബിൾ ആണ്. ആൻഡ് വൺ മോർ ഈസ് ദെയർ. ഞാൻ എത്തിയെന്നുള്ളൂ. ആദ്യം എടുത്തങ്ങ് വെച്ചു. ഡബിൾ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കാണ്. ബോട്ടത്തിന്റെയും ഫാബ്രിക്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് എൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാത്തിനകത്തും നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ഫ്രണ്ടും ബാക്ക് ലാസ്റ്റിക്കും പിന്നെ ഇതിനകത്ത് പോക്കറ്റ്സും കൂടെ വന്നിട്ടുള്ള ബോട്ടാണ്. മൽ കോട്ടണിൽ തന്നെയാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. എൻ്റെ അതുപോലെ തന്നെ നേവി ബ്ലൂ കളറിനകത്ത് മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഫ്ലോറൽ പാറ്റേൺ ആൻഡ് പടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊരു ഹാൻഡ് ഡീറ്റെയിലിംഗ് ഓഫ് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പാർട്ടി ലുക്ക് വരുന്നുണ്ട്. പക്ഷേ പാർട്ടി ലുക്ക് എന്ന് പറഞ്ഞാലും ഒരു സട്ടിൽ പാറ്റേൺ സ്റ്റൈലാണ്. ആൻഡ് ഈ ഒരു പടി കൊടുത്തിരിക്കുന്ന സെയിം ഫാബ്രിക്കിലാണ് എൻ്റെ ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി പെയർഡ് ദുപ്പട്ട. ആക്ച്വലി ഈ കളറിലൊരു കളക്ഷൻ നമ്മുടെ ലോയസിലുണ്ടായിരുന്നു.
കോഡ് സെറ്റ് ആയിട്ട്. തപ്പിയാലേ അറിയാൻ പറ്റുള്ളൂ. യെസ്, മെമ്മറിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. ഇച്ചിരി ചവനപ്രാശം മേടിച്ചു കൊടുക്കണം തോന്നുന്നു അല്ലേ? ചുമ്മാ പറഞ്ഞ കേട്ടോ. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ ലുക്ക് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഫ്രണ്ടിൽ അത് ഞാൻ ഈ കുർത്ത ഞാൻ എടുത്ത് പിടിക്കുന്നതിന് മുമ്പേ അതെടുത്ത് മടി വെച്ചു. കറക്റ്റ് അല്ലേ? അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ തവണ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്ത കളക്ഷനകത്ത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ്. പെട്ടെന്ന് ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കും വർക്ക് വെയർ ആയിട്ട് വേണ്ടവർക്കും അതുപോലെ തന്നെ ഈ ഓണം സമയത്ത് ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 899 മുതൽ കുർത്താസ് മാത്രം വരുവാണെങ്കിൽ 899 തൊട്ട് ഒരു 199 റേഞ്ചിനുള്ളിൽ എല്ലാ കളക്ഷൻസും അവൈലബിൾ ആണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സ്റ്റോറിൽ വിസിറ്റ് ചെയ്താലും കളക്ഷൻസ് കാണാം. കലംകാരി, അതും പെൻ കലംകാരി. പെൻ കലംകാരിയിൽ ടെസർ കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. അത് പെട്ടെന്ന് അൺസ്റ്റിച്ച് സൽവാർ സെറ്റിനും വന്നു, അതിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പെൻ കലംകാരിയിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. പെൻ കലംകാരി എന്ന് പറയുന്നത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടും അതുപോലെ തന്നെ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വർക്കാണ്. ഇന്ന് പെൻ കലംകാരി സിൽക്കി കോട്ടൺ ഫാബ്രിക്കിനകത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിരിക്കുന്ന കളക്ഷനാണ്. ഓറഞ്ചും ഗ്രീനും ബ്ലൂവും കോമ്പിനേഷൻസിൽ വന്നിരിക്കുന്നതാണ് ഫസ്റ്റ് സാരി വരുന്നത്. ഈ സാരിയിൽ ഓറഞ്ച് കളറിലാണ് ബേസ് കളർ വരുന്നത്. ഇതിനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലും ഫുൾ ബോഡിയിലെ ജാൽ പാറ്റേൺസും ഒക്കെ കൊടുത്തിട്ടാണ് ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുന്നത്. പക്ഷെ ഇച്ചിരി പ്രൈസ് റേഞ്ച് ഹൈ ആയിട്ടാണ് വന്നിരുന്നത്. ഇതിന് അതുപോലെ തന്നെ എരുമപ്പാലിൻ്റെ ആ നെയ്യൊക്കെ ഉണങ്ങിയതിൻ്റെ ആ ഒരു മണം ഉണ്ടാവും. അത് ഈ സാരി എത്ര നാൾ നമ്മുടെ കയ്യിലുണ്ടോ അത്രയും നാൾ അത് നമ്മുടെ കയ്യിലുണ്ടാവും. എത്ര വാഷ് ചെയ്താലും ആ ഒരു പ്രോസസ്സിനകത്ത് വന്നേക്കുന്നത് കാരണം, ആ ഒരു മിൽക്കിനകത്ത് വാഷ് ചെയ്തെടുത്ത് ചെയ്യുന്നത് കാരണം ആ ഒരു സ്മെല്ല് അതിനകത്തുണ്ടാകും. ഇന്ന് തെൻകലംകാരിയിൽ വന്നിട്ടുള്ള 4 ഡിഫറെൻറ്റ് സാരീസാണ്. 3 വിത്തൗട്ട് ജെറി ബോർഡറിലും ഒരെണ്ണം വിത്ത് ജെറി ബോർഡറിലുമാണ്. ടെസർ കോട്ട ഫാബ്രിക്കിനകത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് കളറാണ്. ഇപ്പം ടെസർ കോട്ട ഫാബ്രിക് ആണെങ്കിൽ പോലും ട്രാൻസ്പെറൻറ്റ് അല്ല, മനസ്സിലായോ? ട്രാൻസ്പെറൻറ്റ് അല്ല ഈ സാരി. തിന്നാണ് പക്ഷേ ട്രാൻസ്പെറൻറ്റ് അല്ല, ബിക്കോസ് അതിനകത്ത് അത്രയും പ്രിൻസ് വന്നിട്ടുള്ളതുകൊണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഓൾമോസ്റ്റ് ഒരു 13,000 to 14,000 പ്രൈസ് റേഞ്ചിലാണ്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നതിന് 13,295 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ഇനി കാണിക്കാൻ പോകുന്നതിനും ആ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം 5.5 meters ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് കണ്ടോ, കളർ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഭംഗി. ആൻഡ് ഇതിൻ്റെ പ്രിന്റ് ഡീറ്റെയിലിങ് ഇതിനെ ഒന്ന് ക്ലോസറിൽ കാണിക്കണേ. ഉണ്ടോ, ഇതിനകത്ത് നമ്മുടെ കലംകാരി നമുക്കറിയാവുന്ന പോലെ തന്നെ എപ്പോഴും ട്രഡീഷണൽ പാറ്റേൺസ്, അതായത് നമ്മുടെ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പിക്ചേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് കലംകാരി എപ്പോഴും ഒരു അതിനകത്ത് കാരിക്കേച്ചർ മെയിനായിട്ട് വരാറുള്ളത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ മാൻ്റെ പിക്ചേഴ്സ് ഉണ്ട്, ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്ലോറൽ ജാൽ പാറ്റേൺസ് ഉണ്ട്. ലോവറിൽ നിന്ന് മുകളിലോട്ട് വന്നിരിക്കുന്ന ഡിസൈൻ സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡും ഡീറ്റെയിൽസും എല്ലാം സ്ക്രീനിൽ ഇപ്പം നിങ്ങൾക്ക് കാണാമായിരിക്കും. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിൽ കാരിക്കേച്ചർ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആണ്. ബോഡിയിൽ ആ ബ്രിക്ക് റെഡിൻ്റെ ഒരു പിങ്കിഷ് ടോൺ ആണെങ്കിൽ പല്ലുവിൻ്റെ പോർഷൻ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസിനകത്തും ആ മോട്ടീവ്സ്, ട്രഡീഷണൽ കലംകാരി മോട്ടീവ്സിൻ്റെ സ്കാറ്റേർഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഗ്രീൻ ബേസ്, പല്ലു ഏത് കളറിലാണോ ആ കളറിൽ തന്നെയാണ് എൻ്റെ ബ്ലൗസ് പീസും വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി വന്നിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ വന്നിരിക്കുന്നത്, ഇപ്പം ഈ കളർ കൈ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും ഈ കളർ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. സിംഗിൾ പീസാണ്. ഫസ്റ്റ് ആര് പറയുന്നോ അവർക്കായിരിക്കും നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഇൻഡിവിജ്വലാണ്. ഇതൊക്കെ ഒത്തിരി ടൈം മുമ്പ് നമ്മൾ കൊടുത്തിട്ട് നമുക്കിപ്പം ചെയ്ത് വന്നിട്ടുള്ള സാരീസാണ് കേട്ടോ. ഇതാണ് കലംകാരി. ഇപ്പം നമുക്കറിയാം ഇതുപോലത്തെ പ്രിന്റ് പാറ്റേൺസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രിന്റിലും സബ്ലിമേഷൻ പ്രിന്റിലും സ്ക്രീനിലും ഒക്കെ ചെയ്തെടുക്കാം. ആ സമയത്തും ആ ആർട്ടിസ്റ്റൻസിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈൻ സ്റ്റൈലാണ് പെൻ കലംകാരി. പെൻ വെച്ച് വരച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ ഫില്ല് ചെയ്തെടുത്തിരിക്കുന്ന
ലെമൺ യെല്ലോയുടെ കൂടെ ചെറിയൊരു ടിൻറ്റ് ഓഫ് ഒലിവും കൂടെ വന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ആ പിച്ച്വായി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇൻ കേസ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ചെറുതായിട്ടൊരു മിറർ വർക്കോ അല്ലെങ്കിൽ ബാദല വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നോട്ടിനകത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ കോസ്റ്റിംഗ് എത്ര വരും എന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ഇതൊക്കെ കളേഴ്സ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ ഓറഞ്ച്, ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന ഓറഞ്ച് ആണെങ്കിലും നമ്മളിപ്പോൾ കണ്ട പിങ്ക്, ആ ഒരു ബ്രിക്ക് പിങ്ക് കളർ ആണെങ്കിലും ഈ യെല്ലോ ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ ആ ഒരു പീകോക്ക് പാറ്റേൺ, ഡബിൾ പീകോക്ക് പാറ്റേൺ ട്രഡീഷണൽ ആയിട്ടുള്ള കലംകാരിയിൽ കാണുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഇതുപോലെയാണ് കേട്ടോ. അതായത് ഫുൾ സാരിയുടെ ലുക്ക്. അപ്പോൾ നമ്മളിപ്പം ഇത് കണ്ടിരുന്നതിനെല്ലാം ഏകദേശം 13,295 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ജെറി ബോർഡേഴ്സ് ഉള്ള സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്ത്. ടെസർ സിൽക്കി കോട്ടയാണ് കേട്ടോ. പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്, ടെസറിന്റെ യാൺസ് സിൽക്കി കോട്ട വീവിങ്ങിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ തന്നെ ഇച്ചിരിയും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ലുക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പർ പോർഷനിൽ ചെറിയ ജെറി, ലോവറിൽ വീതി കൂടിയ ജെറി ആയിട്ടുള്ള പാറ്റേൺ സ്റ്റൈലാണ്. സ്റ്റെംസ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബ്രിക്ക് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. പേർപ്പിൾ ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷൻ. ഇതെല്ലാം നാച്ചുറൽ ഡൈഡാണ്. ആ മണം അതുപോലെ തന്നെയുണ്ട് കേട്ടോ. ജെറി ഫിനിഷിംഗ് ആണ് ബോർഡേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജെറിയിലെല്ലാം ചെറുതായിട്ട് ഇങ്ങനത്തെ ചെറിയ സ്കെച്ചസ് മർജസ് കാണും. അത് നാച്ചുറൽ പ്രോസസ്സിനകത്ത് വരുന്നതാണ്. ആദ്യം നമ്മുടെ പെൻ വെച്ച് വരച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്നും കൂടെ വാഷ് ചെയ്തെടുത്തിട്ടൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ കളേഴ്സ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സ്മർജസ് ആണ്. അപ്പോൾ അത് കാരണം അത് ഡാമേജ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതാണ് എൻ്റെ പല്ലിൻ്റെ പോർഷൻ. ആൻഡ് പ്ലെയിൻ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബുട്ടാസ്. ഇന്നത്തെ ഈ ഒരു പെൻ കലംകാരി സിൽക്കി കോട്ട സാരി വേഗം പർച്ചേസ് ചെയ്തോ. ഇൻഡിവിജ്വൽ ഹാൻഡ് പിക്ക് പീസസ് ആണ്.